കുറിച്ചാ ഈ പറയുന്നേ? അങ്ങോട്ട് നോക്ക്, അപ്പൊ മനസ്സിലാവും. ആഹാ, അത് കൊള്ളാലോ. എന്നാ നമുക്കൊരു സൂത്രം ഒപ്പിക്കാം. അത് നേരാ, അവർക്കിട്ടൊരു പണി കൊടുത്താലോ? വാ വാ, ഏതായാലും പോയി നോക്കാം. ഹലോ ഫ്രണ്ട്സ്, എന്താ എല്ലാരും ഇവിടെ? ഞങ്ങൾ ചുമ്മാ കളിക്കാൻ ഇറങ്ങിയതാ. ഞങ്ങളൊപ്പം കളിക്കാൻ നിങ്ങളുണ്ടോ? പിന്നെ ഇല്ലാതെ പിന്നെ. ഞങ്ങൾ വന്നത് തന്നെ അതിലല്ലേ. എന്നാ ശരി, നമുക്ക് കളിച്ചാലോ. നീ അങ്ങോട്ട് നോക്ക്, ആ പറകെട്ടിന്റെ അല്ലേലും അതെന്താ? എനിക്ക് തോന്നുന്നു വല്ല കടലാസ് പേപ്പറാണോ? കടലാസ് പേപ്പറൊക്കെ മഴയൊക്കെ നനഞ്ഞു പോകൂലേ? എന്താ ഈ പറയുന്നേ? ഇത് കണ്ടിട്ട് ഒരു മേപ്പ് പോലെ ഇല്ലേ? എടാ മണ്ടച്ചാരെ, അത് മേപ്പ് പോലെയല്ല, അത് മേപ്പ് തന്നെയല്ലേ. വേഗം നോക്ക്, എന്താണെന്ന് നമുക്ക് അറിയണ്ടേ. എനിക്ക് താ, ഞാൻ നോക്കാം. അതാരാ? ചേച്ചിയോ? ചേച്ചിയുടെ സൗണ്ടല്ലേ? ഞാൻ തന്നെ. നിങ്ങളെന്താ ഇവിടെ? എല്ലാരും എന്ത് ചെയ്യാ ഇവിടെ? ഒന്നിച്ച് ഇങ്ങനെ കൂടിയിട്ട് എന്താ പരിപാടി? എന്തോ ഒരു കളലക്ഷണം ഉണ്ടല്ലോ. നിന്റെ കയ്യിൽ എന്താ? ഇങ്ങോട്ട് താ, ഞാൻ നോക്കട്ടെ. ഇതാ പിടിച്ചോ. ആഹാ, ഇതൊരു മാപ്പാണല്ലോ. ഈ കാടിന്റെ ഉള്ളില് വലിയൊരു നിധി ഉണ്ടെന്നാ പറഞ്ഞിട്ടുള്ളത്. ഇതില് എന്തോ ഒരു രഹസ്യമുണ്ട് അതില്. ഒന്നാ വായ എടുക്കാല്ലേ, ഞാൻ വായന്റെ ഉള്ളിൽ എന്തെങ്കിലും കയറി പോവും. ഈ കാട്ടിലെ നിധിയോ? എനിക്ക് ആലോചിക്കാനേ വയ്യ. നമുക്കെന്നാ പോയി നോക്കാലോ? അത് ശരിയാ, നമുക്കൊന്ന് പോയി നോക്കാം. ഈ കാട്ടിലോ? അമ്പമ്പോ, ഞാനില്ല. ഇത്രയും വലിയ കാട്ടില് എവിടെ പോയി തരാനാ? ഇവിടെ വല്ല മൃഗങ്ങളൊക്കെ ഉണ്ടാവും. ആരെയോ മറ്റോ നമ്മളെ ചവിട്ടിയാ നമ്മള് തീർന്നു. എന്നോട് വായ എടുക്കാൻ പറഞ്ഞിട്ട് ഇപ്പൊ നീ തന്നെ വായ തുറന്നല്ലോ. ഗായ്സ്, അപ്പൊ എല്ലാരും ഇങ്ങോട്ട് നോക്കൂ. നമുക്ക് എല്ലാവർക്കും ഈ പ്ലാൻ വെച്ച് ഒരു സൂത്രം ഒപ്പിക്കാം. ആ മേപ്പൊന്ന് തന്നെ സോഡ കുപ്പി കയ്യിൽ ചുരുട്ടി പിടിക്കാനുള്ളതല്ലത്. പിടിച്ചോ. ഈ മേപ്പിൽ പറയുന്നുണ്ട് ഈ കാട്ടിന്റെ ഉള്ളിൽ വലിയൊരു നിധി ഉണ്ടെന്ന്. നമുക്കത് പോയി എടുത്താലോ? ചേച്ചി പറ, എന്ത് സൂത്രം ഒപ്പിക്കാനാ? എടി മണ്ടി പെണ്ണേ, സൂത്രമാണോ മേപ്പ് വെച്ചിട്ട് ഒപ്പിക്കല്? നമുക്ക് എല്ലാവർക്കും ഈ നിധി തേടി പോയാലോ? ശരിയാ, അത് നമ്മൾ പൊളിക്കും. നേരെ ഇരുട്ടിയാ പിന്നെ കാടിനുള്ളിലേക്കൊന്നും പോകാൻ പറ്റൂല. അവിടെ ഭയങ്കര ഇരുട്ടായിരിക്കും. അതുകൊണ്ട് വേഗം പോണം. നിനക്ക് പണ്ട് കാട്ടിന്റെ ഉള്ളിലായിരുന്നു പെണ്ണെ പണി. വെറുതെ എന്റെ വായൊന്നും കേൾക്കാതെ വരുന്നുണ്ടോ എല്ലാരും? ദേ സോഡ കുപ്പി, ഞങ്ങളൊപ്പം വരികയാണെങ്കിൽ തന്നെ വായ അടിച്ച് വരണം. അല്ലെങ്കിൽ ഞങ്ങളൊപ്പം ഒന്നും വരണ്ട, ഇവിടെ തന്നെ നിന്നോ. ഞങ്ങൾ പോവാ. നിന്റെ ഇതൊന്നും കേൾക്കാനല്ല, അതൊന്നും ശരിയാവില്ല. പൊന്നു, നീ പിണങ്ങല്ലേടി? നീ എന്റെ മുത്തല്ലേടി? ഡാ ഡാ ഡാ, പോയ പോയ പോയ. അപ്പൊ ഗയ്സ്, ഫോളോ മീ. ഹേ സുഹൃത്തുക്കളെ, നോക്കൂ, നടുവിലൊരു കൂടാരം. ഹേ ഹേ, അവിടെ നിൽക്കേ. അത് ചെറിയ പൂച്ചയോ മറ്റോ ആണോ? ഇല്ല ഇല്ല, യഥാർത്ഥത്തിൽ ഇത് മിനി തടാകമാണ്. നമുക്കതിനെ നശിപ്പിക്കരുത്. അതിന്റെ ശാന്തത കളയാൻ ഞങ്ങളില്ല. ഒരു പക്ഷേ ഇത് മീൻ കല്യാണം നടത്തുന്നതാകാം. ആർക്കറിയാം? ഏതായാലും പല്ലിളിച്ച് കാണിക്കണമെന്നില്ല. പല്ലൊന്നും തേക്കാറില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ശരി ശരി, എന്നാലും ഇവിടെ നിന്ന് എങ്ങോട്ട് പോകും? നിങ്ങൾക്ക് വല്ല ആശയങ്ങളുണ്ടോ? ഞാനും അത് തന്നെയാ ആലോചിക്കുന്നത്. എങ്ങോട്ടേക്കാ ഈ പോകാം? അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ ഒന്നും തിരിയുന്നില്ലല്ലോ. കുറച്ചു നേരം നമുക്ക് ഇവിടെ നിന്നൊന്ന് ആലോചിച്ചാലോ? അതൊന്നും ശരിയാവില്ല. ഈ മാപ്പ് പിന്നെ എന്തിനാ? മാളു പറയട്ടെ എങ്ങോട്ട് പോണെന്ന്. മാളു, ആ മാപ്പ് നോക്കി പറ. നീയല്ലേ വലിയ ലീഡർ. ഗുരുതരമായ ഈ പാത എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളെല്ലാരും ഒത്തുചേരുമെങ്കിൽ നമുക്ക് ഇതിന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ശരി ടീമേ, അങ്ങനെയാവട്ടെ. എല്ലാവരും ഒത്തുകൂടാം. നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് ഇത് വീക്ഷിച്ചാൽ നമുക്ക് ഇതിനുള്ള ഉത്തരം കിട്ടുന്നതായിരിക്കും. എല്ലാവരും വരൂ. നമ്മളെല്ലാവരും ഒത്തുചേർന്നാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. നമ്മളെല്ലാവരും നോക്കാം, എന്നിട്ട് ആർക്കെങ്കിലും കിട്ടുന്നോ നോക്കാം. കിട്ടിപ്പോയി കിട്ടിപ്പോയി, എനിക്കൊരു ഐഡിയ കിട്ടി. നമ്മൾക്ക് ഇതിൽ കാണുന്ന നക്ഷത്രം വഴി പോയാലോ? നക്ഷത്രം വഴിയോ? അതിന് നമ്മൾ ആകാശത്തു കൂടിയാണോ പോകുന്നത്? എടാ സോഡാ കുപ്പി, ആ മാപ്പിൽ കണ്ടില്ല നീ? അതിൽ നേരെ നോക്കി, സൂക്ഷിച്ചു നോക്ക്. അതിൽ കാണിച്ചിട്ടുണ്ട് നക്ഷത്രങ്ങളുള്ള വഴി പോകൂ. ചിലപ്പോൾ നമുക്ക് കിട്ടിയാലോ? നമുക്ക് നിധി കിട്ടാനോ? ഇത്രയും ആൾക്കാർ ഇതിൽ കൂടി പോയിട്ട് ആർക്കും നിധി കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾക്കൊന്നും നിധി കിട്ടാനില്ല. രാഹുൽ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? നല്ലത് ചെയ്യുമ്പോൾ നല്ലത് ചിന്തിക്ക്. എന്തിനാ ഇങ്ങനെ വേണ്ടാത്തത് ചിന്തിച്ചു പോകുന്നേ? നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഏതായാലും നഷ്ടമൊന്നുമില്ലല്ലോ. നമുക്ക് ആ വഴി അങ്ങ് പോയേക്കാം. യെസ്, എന്നാ പിന്നെ അങ്ങനെ. ഓക്കെ ഗൈസ്, ഒച്ച വെക്കരുത്, സൗണ്ട് ഉണ്ടാക്കരുത്. ഇവിടെ വന്യജീവികളൊക്കെ ഉള്ളതാ. അതുകൊണ്ട് ഒച്ചയൊന്നും ഉണ്ടാക്കി വെറുതെ വഷളാക്കണ്ട. എന്നാ നമുക്ക് സമയം കളയാതെ പോയാലോ? യെസ്, കം ഓൺ, ഫോളോ മീ. നമ്മളെത്തി. ഇത് തന്നെയാണ് നമ്മൾ ഇത് ചിത്രത്തിൽ കണ്ട കേവ്. ഇത് തന്നെയാണ്. ഈ ഗുഹ കണ്ടാൽ ഇത് വല്ല സിംഹത്തിന്റെ ഗുഹ പോലെ ഉണ്ടല്ലോ. സിംഹമോ? എന്നാ ഞങ്ങളില്ല, ഞങ്ങൾ തിരിച്ചു പോട്ടെ. എന്റെ കൂടെ വരുന്നവർക്ക് വരാം, അല്ലാത്തവർക്ക് പോകാം.
ഞാൻ ഏതായാലും ഈ നിധി കണ്ടെത്തിയിട്ടേ ബാക്കി കാര്യമുള്ളൂ. മടങ്ങി പോവാനോ? ഏയ് ഞങ്ങൾക്ക് വയ്യ. ഞങ്ങൾ തനിച്ചെങ്ങനെ മടങ്ങി പോവാ? എല്ലാവർക്കും ഒന്നിച്ച് തന്നെ പോവാം. എന്നാ ഞാൻ പറഞ്ഞ പോലെ ചെയ്യ്. ഈ ഗുഹയുടെ ഉള്ളിലേക്ക് നമുക്ക് പോകാം. എനിക്ക് ഇത് കണ്ടിട്ട് ഒരു സിംഹത്തിന്റെ ഗുഹ പോലെയാ തോന്നുന്നേ. എന്നാൽ എല്ലാവരും കൂടി ഇവിടെ നിന്നോളാം, ഞാൻ ഒറ്റയ്ക്കങ്ങ് പോയേക്കാം. ചേച്ചിക്ക് എവിടുന്നാ ഇത്രയും ധൈര്യം കിട്ടിയത്? കഷ്ടപ്പെട്ടാൽ മാത്രമേ അതിനുള്ള പ്രതിഫലം ഉണ്ടാവുള്ളൂ. വരാണെങ്കിൽ എന്നെ വെച്ച് വരാം, അല്ലാത്തവർക്ക് പോകാം. ഞാൻ ഏതായാലും പിന്മാറാൻ തയ്യാറല്ല. ഇനിയൊരു മടങ്ങിപ്പോക്ക് ശരിയാവൂല. നമ്മളെ വല്ല ആനയും മെതിച്ചാലോ? നമുക്കൊരു കാര്യം ചെയ്യാം, ഇവരെ പിന്നാലെ തന്നെ പോകാം. ഏതായാലും ഇവിടെ വരെ എത്തി, ഇനി പോയേക്കാം. അത് ശരിയാക്കി ഇങ്ങനെ ചേച്ചി, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. എന്താ അവിടെ ഒരു പിറുപിറുക്കല്? വരുന്നുണ്ടോ എന്റെ കൂടെ? ആ ഞങ്ങളുണ്ട്. എന്നാൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു കൂടി ഈ മാപ്പ് ഒന്ന് നോക്കാം. അതിന്റെ ഉള്ളിൽ എവിടെയാ നിധി നമുക്ക് കണ്ടുപിടിക്കാം. അതിന് മാപ്പിൽ എവിടെയാ നിധിയെന്ന് കാണിക്കുന്നില്ലല്ലോ. പിന്നെങ്ങനെ നമ്മൾ കണ്ടെത്തും? എങ്ങനെയെങ്കിലും കണ്ടെത്തിയേ പറ്റുള്ളൂ. വരൂ. ഇതിന്റെ അകത്ത് കയറിയപ്പോ ഇത്രയും വലിയ ഗുഹയായിരുന്നു ഇത്. ഇവിടെ ഒന്നുമില്ല, നമ്മൾ ഇവിടെ ഒന്നും കൊണ്ടുപോകാൻ പോണില്ല. ഞങ്ങൾ അപ്പോഴേ പറഞ്ഞതാ ഇവിടുത്തെ വരണ്ടാന്ന്. കേട്ടില്ലല്ലോ? എനിക്ക് തോന്നുന്നത് ഇത് വെറും സിംഹത്തിന്റെ കൂട് മാത്രമാണെന്നാ. ഇവിടുന്ന് എന്തെടുക്കാനാ, എന്ത് കിട്ടാനാ? ഒരു മാപ്പ്, അതിലൊന്നും ഒന്നുമില്ലല്ലോ. അത് ശരിയാ നിങ്ങൾ പറഞ്ഞത്. ഇവിടെ ഇപ്പൊ ഒന്നും കാണാനില്ലല്ലോ. നമുക്ക് ഇതിന്റെ ചുറ്റും ഒന്ന് പോയി നോക്കിയാലോ? ഇനി എവിടെ പോയി നോക്കാനാ? നമുക്ക് മടങ്ങി പോവാം. അത് നേരാ നിങ്ങൾ പറഞ്ഞത്. ഇവിടെ ഇപ്പൊ ചുറ്റും നോക്കിയാലോ, നമുക്കൊന്നും കിട്ടിയില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? മടങ്ങി പോവല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. നിങ്ങളൊന്നും ഇങ്ങനെ നോക്കണ്ട, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലോ. വേണ്ടാത്ത പണിക്ക് നിൽക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ. ഞങ്ങൾ പോവാ. അപ്പൊ ശരി, ബൈ. അയ്യോ അമ്മേ, അയ്യോ അയ്യോ എല്ലാരും ഓടി വരണേ, അയ്യോ എല്ലാരും ഓടി വരണേ. അയ്യോ എന്ത് പറ്റിയെന്നാവോ? നമുക്ക് പോയി നോക്കാം. അവൻ വലിയ വീമ്പടിക്ക് പോയതല്ലേ, ഏതെങ്കിലും കുഴിയിൽ വീണ് കാണും. വേഗം പോകാം, എന്തായിന്നാവോ? നിനക്കിത് എന്തിന്റെ കേടാ? ആരെങ്കിലും വീണ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കോ? അത് ശരിയാ, നമ്മൾ പേടിച്ചു പോയില്ലേ. ദേ അങ്ങോട്ട് നോക്ക്. നിങ്ങളുടെ ബാക്കിൽ എന്താ? ബാക്കിലോ? എന്ത്? വല്ല സിംഹമാണോ? പോടി അവിടുന്ന്, ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. ഞങ്ങളിത് എന്താ കാണുന്നത്? അയ്യോ നമ്മൾ നേടി. അതെ ചേച്ചി, നമ്മൾ നേടി. വേഗം ചേച്ചി. അയ്യോ ഇതൊക്കെ എങ്ങനെ വാരി കൊണ്ടുപോവാനാ? അയ്യോ ഇതൊന്നും കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ. എങ്ങനെ എടുക്കാനാ? എല്ലാം ഇങ്ങനെ കൊണ്ടുപോകും നമ്മള്. അയ്യോ എത്രങ്ങാനുണ്ട്. ഈ ചേച്ചിന്റെ ഒരു കാര്യം. അപ്പൊ ഗായ്സ്